യെസ്, വി ആർ ഓൾ 27-ാം തീയതി കാണാം 6 മണിക്ക്. ഒരു സംശയമില്ല. കാരണം രാജു എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഒരു 10-15 വർഷം മുന്നേ അവൻ പടത്തിലൊക്കെ വന്ന സമയത്ത് തന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന വളർച്ച എന്നുള്ളത് അവൻ അന്ന് പറഞ്ഞിരുന്നത്. രാജുവിനെ ഞാനൊരു കൊച്ചനീനെ പോലെ കാണുന്നു. ആ തുടക്കത്തിലേ ഇങ്ങനെ പറയും, എനിക്ക് മലയാള സിനിമയിൽ എന്തെങ്കിലും ഞാൻ അറിയുന്ന ഞാനൊരു വ്യത്യസ്തന് അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പടത്തിലായിരിക്കും അവൻ്റെ ആ ആഗ്രഹങ്ങളും എല്ലാം സാക്ഷാത്കരിച്ച് നമുക്ക് മലയാളത്തിൽ അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിട്ട് മാറും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട് ഇതുവരെ കണ്ടതിലെല്ലാം. സോ ലെറ്റ്സ് ഓൾ വെയിറ്റ് ഫോർ ഇറ്റ്. ലെറ്റ് ഇറ്റ് ബി എ വേൾഡ് റെക്കോർഡ്. അതാണ് എനിക്ക് പറയാനുള്ളത്. 6 മണിക്ക് ലാലേട്ടൻ്റെ കൂടെ ഇരുന്ന് പടം കാണുന്നുണ്ട്. നമുക്ക് ടിക്കറ്റ് ഒക്കെ അടുത്ത് തന്നിട്ടുണ്ട്. കവിതയിലായിരിക്കും നമ്മൾ കാണുന്നത്. സലാലും വൈഫും ഞാനും എൻ്റെ വൈഫും കൂടെ ഒരുമിച്ചിരുന്ന് പടം കാണുമെന്നുള്ളൊരു സന്തോഷം കൂടെ ഉണ്ട് അതിനകത്ത്. മാറും എന്നുള്ളൊരു ഉറപ്പുണ്ട്. മലയാള സിനിമയ്ക്ക് അത് അത്യാവശ്യമാണ് ഇപ്പം. കാരണം ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമകളാണ് നന്നായി ചെയ്യുന്നത്. കന്നഡ, തെലുങ്കു, കന്നഡ, മലയാളം, തെലുങ്ക്, യെസ്. അപ്പം എല്ലാവരേക്കാളും ബെറ്ററായിട്ട് ആ ഒരു ഇവിടെ ഒരു KGF എന്നൊക്കെ വരുമെങ്കിൽ ഇവിടെ ഒരു ലൂസിഫർ എമ്പുരാൻ ആവട്ടെ എന്ന്. ഹൈദരാബാദ് പ്രസ് മീറ്റിലൊരു ചോദിച്ചിരുന്നു, മാധ്യമപ്രവർത്തക ചോദിച്ചിരുന്നു, എന്തിനാണ് ഈ മലയാള സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത് അങ്ങനെയാന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നല്ലൊരു മറുപടി പൃഥ്വിരാജ് പറഞ്ഞു. എന്തായിരുന്നു രാജു എന്താ പറഞ്ഞത്? രാജു പറഞ്ഞു, ഞാൻ തന്നെയാണ് KGF ഇവിടെ സലാർ പ്രൊമോഷൻ ചെയ്തത്. അതാണ് പറഞ്ഞത്. നിങ്ങൾ ഒരിക്കലും ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. മലയാളം സിനിമ എന്തുകൊണ്ട് ചെയ്തുകൂടാ? സോ ഇഫ് സംബഡി ഈസ് ഡൂയിങ് ഇറ്റ്, നമ്മൾ ചെയ്തല്ലോ. അത് പണി കഴിഞ്ഞപ്പോൾ തിയേറ്ററിലേക്ക് വരികയാണ്. പിന്നെ എന്തിനാണ് അങ്ങനെ ചോദ്യം ചോദിക്കുന്നത്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ നാരോ മൈൻഡഡ്നെസ് മാറ്റണം. സിനിമ എന്ന് പറഞ്ഞാൽ അത് ആർക്കും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു ഐഫോണിലടക്കം ഇതുപോലൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. എംബ്രാനും വേണമെങ്കിൽ ഐഫോണിൽ ഷൂട്ട് ചെയ്യാം. പക്ഷേ അവരത് എല്ലാ വിധത്തിലും ടെക്നിക്കലി അത്രയും പെർഫെക്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, പൈസ ചെലവാക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയോടുള്ള പാഷനാണ്. അതൊരു ടീമാണ്. സോ അതിനെ മലയാളം സിനിമ അല്ലെങ്കിൽ തെലുങ്ക് സിനിമ അങ്ങനെ പറയുന്നതന്നെ ആദ്യം തെറ്റാണത്. ഹൈദരാബാദിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം തന്നെ തെറ്റാണത്. അതെനിക്ക് പറയാൻ പറ്റില്ല, കോടി കണക്കല്ല. പക്ഷെ ഇറ്റ് ഷുഡ് ക്രോസ്. ഇതിപ്പോൾ മലയാളത്തിൽ എന്നുള്ളതല്ല. മലയാളത്തിൽ ഒരിക്കലും നമുക്ക് ആരെയും കൂടെ നടിക്കാൻ പറ്റില്ല. അതിൻ്റെ പോപ്പുലേഷൻ ഇല്ല, 3 കോടിയേ ഉള്ളൂ. അപ്പോൾ അതിനെ നോക്കിക്കഴിഞ്ഞാൽ ഓൾ വേൾഡ് വൈഡ് ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞാൽ പാൻ ഇന്ത്യക്കുള്ള എല്ലാ സ്കോപ്പും ഉണ്ട് അതിനകത്ത്. അത്രയും ആർട്ടിസ്റ്റുകളും ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഉണ്ട്. So I wish them 1,000 and 2,000 കയറട്ടെ. God bless. Thank you.